+1 NSTF ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം, കഴിഞ്ഞ ക്ലാസ്സിലെ അതായത് വോളിയം 1 ആക്ടിവിറ്റി എല്ലാവരും ചെയ്തിരുന്നോ? പലരും പല രീതിയിൽ തലയാട്ടുന്നുണ്ടല്ലോ. ചിലര് ചെയ്തു എന്ന് പറഞ്ഞ് തലയാട്ടുന്നുണ്ട്, ചിലവര് ചെയ്തില്ല എന്നുള്ള രീതിയിൽ തലയാട്ടുന്നുണ്ട്, ചിലവര് തലയാട്ടുന്ന മനസ്സിലാവുന്നില്ല, രണ്ടർത്ഥവും ചെയ്തു എന്നുകൊണ്ട് ചെയ്തില്ല എന്നും. ചിലവര് വാട്സപ്പിലെ സ്റ്റിക്കർ കാണിക്കുന്ന പോലെ പലതരത്തിലുള്ള ഭാവങ്ങളെ മാഷിന് കാണാം. ഇതൊക്കെ എന്ത് നല്ല രീതിയിലുണ്ട്. എല്ലാവരും പല രീതിയിലുള്ള ഭാവപ്രകടനങ്ങൾ കാണിക്കുന്നു. പക്ഷെ മാഷിന് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നുണ്ടല്ലേ? അതായത് ഇതൊരു കമ്മ്യൂണിക്കേഷൻ നടന്നു. അപ്പൊ നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതുപോലെ ഓറൽ കമ്മ്യൂണിക്കേഷൻ, റിട്ടൺ കമ്മ്യൂണിക്കേഷൻ മാത്രമല്ല കമ്മ്യൂണിക്കേഷൻ, പിന്നെയും പല രീതികളുണ്ട്. അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിലെ പോലെയല്ല, കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനമാണ് ആക്ടിവിറ്റീസ് തന്നല്ലേ. ഇത്തവണ മാഷ് ഓരോ ടീച്ചേഴ്സും ക്ലാസ് എടുക്കുന്നതിനിടയിൽ തന്നെ നിങ്ങൾക്കുള്ള ആക്ടിവിറ്റീസ് തരും. അതുകൊണ്ട് വീഡിയോ ശ്രദ്ധാപൂർവം കാണും. കുട്ടികളെ ശ്രദ്ധാപൂർവം ക്ലാസ് കേൾക്കുകയും ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യുകയും ചെയ്യണം. കാരണം നമ്മുടെ കുട്ടികൾ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആശയവിനിമയം നടത്താനുള്ള ബുദ്ധിമുട്ട് കാരണം ഒരു മേഖലയിലും പരാജയപ്പെടരുത്. എല്ലാ മേഖലകളിലും വളരെ ഊർജ്ജസ്വലരായിട്ട് വിജയം കൈവരിക്കണം. എന്താ ഓക്കെ അല്ലേ? ഒരു എസ് പറഞ്ഞാൽ ഒരക്ഷത്തില് അതാണ്. അപ്പൊ എന്നാ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ. Hi students, how is the day today? Yes, I can feel it from your face. You all are very happy. Today I am going to give a small presentation on non-verbal communication. What do you mean by non-verbal communication? Non-verbal communication is the message that we send to others without using words. വാക്കുകളൊന്നും ഉപയോഗിക്കാതെ ആംഗ്യ ഭാഷയിലൂടെ അഥവാ ഭാവാഭിനയത്തിലൂടെ സന്ദേശം കൈമാറുന്ന രീതിയാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. എക്സ്പ്രഷൻസ് ആൻഡ് ഇമോഷൻസ്, ഗെസ്റ്റേഴ്സ് ഓർ ബോഡി ലാംഗ്വേജ് ഇവയൊക്കെ ഉൾപ്പെട്ട സംവേദന രീതിയാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. Expert says 70 to 93% of all communication is non-verbal. കുട്ടികളെ, നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കഴിഞ്ഞ വർഷത്തെ സ്കൂൾ കലോത്സവ രംഗത്തിലേക്ക് ക്ഷണിക്കുകയാണ്. പതിനൊന്നാം ക്ലാസ്സിലെ സൗമ്യ ഭരതനാട്യ മത്സരത്തിൽ പങ്കെടുക്കുന്നു. 11ാം ക്ലാസ്സിലെ കുട്ടികൾ എല്ലാവരും ആകാംക്ഷയോടെ സൗമ്യയുടെ ഡാൻസ് കാണുവാൻ വേണ്ടി കാത്തിരിക്കുന്നു. അവർക്കെല്ലാവർക്കും സൗമ്യ പ്രിയപ്പെട്ട കുട്ടിയാണ്. ചെസ് നമ്പർ 29, സൗമ്യയുടെ ചെസ് നമ്പർ വിളിച്ചു. സൗമ്യ സ്റ്റേജിലേക്ക് വന്നു. തിരശീല ഉയരുന്നു. സൗമ്യ സദസ്സിനെ നോക്കി വണങ്ങി. അതിനുശേഷം പാട്ടിനനുസരിച്ച് അവൾ നൃത്ത ചുവടുകൾ വെച്ചു തുടങ്ങി. കൈകൾ ചലിപ്പിച്ചു. പാട്ടിലെ മെസ്സേജിനനുസരിച്ച് അവളുടെ മുഖത്തെ ഭാവങ്ങളൊക്കെ മിന്നിമറഞ്ഞു. സൗമ്യ നന്നായി ഡാൻസ് ചെയ്തു. ഡാൻസ് കഴിഞ്ഞതിന് ശേഷം സൗമ്യ സ്റ്റേജിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നു. ചിന്നു, അവളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരി, ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിച്ചു. വൈകുന്നേരം 4 മണി. റിസൾട്ട് അനൗൺസ് ചെയ്യാനായി പ്രവീൺ സാർ സ്റ്റേജിലേക്ക് വന്നു. ഭരതനാട്യ മത്സരത്തിൽ 1ാം സ്ഥാനം സൗമ്യ. സൗമ്യ ഇത് കേട്ടതും തുള്ളിച്ചാടി. അവളുടെ 3 മാസത്തെ പ്രയത്നത്തിന്റെ ഫലമാണ്. 11ാം ക്ലാസ്സിലെ കുട്ടികൾ കൈകൊട്ടി ആർത്തു വിളിച്ചു. ഇത് കേട്ട് അതുൽ ഓടിച്ചെന്ന് അവൾക്ക് ഷേക്ക് ഹാൻഡ് നൽകി. ഗീതാ മിസ് വന്ന് അവളുടെ പുറത്ത് തട്ടി. ഗോപാലൻ മാഷ് വന്ന് അവളുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. ഈ രംഗത്തിലൂടെ കടന്നുപോയപ്പോൾ ഇവിടെ പല കമ്മ്യൂണിക്കേഷനും നടന്നത് ആംഗ്യ ഭാഷയിലൂടെയാണ്. നമുക്ക് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ
അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, ഫേഷ്യൽ എക്സ്പ്രഷൻ, gestures or body language, touch, eye contact, space, paralanguage, posture. ഇതെല്ലാം ഇതിന്റെ വിവിധ ഭാഗങ്ങളാണ്. Facial expression. Expression shows our feelings. പാട്ടിനനുസരിച്ച് സൗമ്യ ഡാൻസ് ചെയ്തു. അവളുടെ മുഖഭാവങ്ങൾ മിന്നിമറിഞ്ഞു. അപ്പം ഒരു വ്യക്തിയുടെ ഫീലിങ്സ് എന്താണ് അതനുസരിച്ചായിരിക്കും ഫേഷ്യൽ എക്സ്പ്രഷൻസ്. ഫേഷ്യൽ എക്സ്പ്രഷൻസ് കാണുന്നത് വഴി ഇമോഷൻസ് എന്താണെന്ന് നമുക്ക് വ്യക്തമാകും. Others can interpret our emotions by seeing our facial expressions. Gestures or body language. Gestures means visible body actions. Gestures describe movements of parts of the body, especially hands or head, to express an idea or a meaning. ഒരു ആശയം പ്രകടിപ്പിക്കുന്നതിനായി ശരീരഭാഗങ്ങൾ ഉപയോഗിച്ച് പ്രത്യേകമായി കൈകൾ അഥവാ തല ഇവയുടെ ചലനം മൂലം കമ്മ്യൂണിക്കേഷൻ നടത്തുന്നു. സംസാരിക്കുമ്പോൾ കൈകൾ ചലിപ്പിക്കുന്നതും തലയാട്ടുന്നതും കൈവിരൽ ചൂണ്ടുന്നതും എല്ലാം ബോഡി ലാംഗ്വേജിൽ ഉൾപ്പെടുന്നു. ഹിയർ നോൺ വെർബൽ സിഗ്നൽസ് ആർ യൂസ്ഡ് ടു കമ്മ്യൂണിക്കേറ്റ് ഫീലിംഗ്സ് ആൻഡ് ഇന്റൻഷൻസ്. We communicate a great deal through our touch, such as shaking hands, patting on the back, hugging. ഇവയെല്ലാം ടച്ചിൽ വരുന്നു. ഇനി സൗമ്യയുടെ ഫ്രണ്ട് ചിന്നു ഓടിപ്പോയി അവളെ കെട്ടിപ്പിടിച്ചു. അത് ടച്ചാണ്. ഗോപാലൻ മാഷ് വന്ന് തലയിൽ കൈവച്ചു അനുഗ്രഹിച്ചു. അത് ടച്ചാണ്. ഗീതാ മിസ് അവളുടെ പുറത്ത് തട്ടി. ഇതെല്ലാം അവളെ ഒരു അപ്രീഷിയേഷൻ കൊടുക്കാനും അവളെ ഒന്ന് എൻകറേജ് ചെയ്യാനുമാണ് ചെയ്തത്. ഇതെല്ലാം ടച്ചിൽ വരുന്നു. ഐ കോണ്ടാക്ട്. ഐ കോണ്ടാക്ട് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഇഫ് സംബഡി ലുക്സ് ഡൗൺ ആൻഡ് ടോക്സ്, അപ്പൊ നമ്മൾ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? ഹി ഈസ് നോട്ട് ഇൻട്രസ്റ്റ് ടു ടോക്ക് വിത്ത് അസ്. ദ വേ വി ലുക്ക് അറ്റ് സമ്മൺ ക്യാൻ കമ്മ്യൂണിക്കേറ്റ് തിങ്സ്. നേത്ര സമ്പർക്കത്തിലൂടെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതുണ്ട്. നാം ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു. ആ ഇന്റർവ്യൂ ബോർഡിലിരിക്കുന്ന ആൾക്കാരുടെ കണ്ണുകളിൽ നോക്കി വേണം നമ്മൾ സംസാരിക്കുവാൻ. നേത്ര സമ്പർക്കത്തിലൂടെ ആശയവിനിമയം നടത്തുമ്പോൾ നാം റിലേഷൻഷിപ്പിനെയും കൂടെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു വ്യക്തി സംസാരിക്കുമ്പോൾ അയാൾ ദേഷ്യത്തിലാണോ സംസാരിക്കുന്നത്, അതോ വാത്സല്യത്തിലാണോ, അതോ താല്പര്യത്തിലാണോ, ഇതൊക്കെ നമുക്ക് ആ ഐ കോണ്ടാക്റ്റിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. പോസ്ചർ. Postures are positions of the body. ശരീരത്തിന്റെ സ്ഥാനത്തെയാണ് പോസ്ചർ എന്ന് പറയുന്നത്. ഒരു വ്യക്തിയെ മനസ്സിലാക്കുവാൻ അയാളുടെ പോസ്ചർ നോക്കിയാൽ മതി. The way he sits, the way he stands or the way he walks. ഒരു വ്യക്തിയെ നോക്കുമ്പോൾ അയാളുടെ പോസ്ചറിൽ നിന്ന് അയാൾ കോൺഫിഡന്റ് ആണോ അതോ ലേസി ആണോ എന്നൊക്കെ മനസ്സിലാക്കുവാൻ സാധിക്കും. ഒരിക്കലും നമ്മൾ നിൽക്കുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നിൽക്കണം, അല്ലാതെ സാഗി ചെയ്തൊരിക്കലും നിൽക്കാൻ പാടില്ല. ഇതൊക്കെയാണ് ബോഡി പോസ്ചേഴ്സ് എന്ന് പറയുന്നത്. സ്പേസ്. സ്പേസ് ഈസ് ദ ഫിസിക്കൽ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ബിറ്റ്വീൻ ടു പീപ്പിൾ. Maintaining the right amount of distance when talking to someone is very important.
രണ്ടുപേർ തമ്മിൽ സംസാരിക്കുമ്പോൾ കൃത്യമായ അകലം പാലിച്ചു വേണം സംസാരിക്കുവാൻ. സൗമ്യക്ക് ഫസ്റ്റ് കിട്ടിയപ്പോൾ അവളുടെ ഫ്രണ്ട് വന്ന് കെട്ടിപ്പിടിച്ചു. അപ്പം അവര് ആ ഇന്റിമേറ്റ് സ്പേസ് ആണ് എടുത്തിരിക്കുന്നത്. അതിൽ വന്ന് അവൾക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു. അപ്പോൾ ഒരു പേഴ്സണൽ സ്പേസ് അവര് കീപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇന്റിമേറ്റ് സ്പേസ്, പേഴ്സണൽ സ്പേസ്, സോഷ്യൽ സ്പേസ്, പബ്ലിക് സ്പേസ്, ഇതെല്ലാം ഈ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. This animated video shows Shrudi's job interview. Let us have a close watch on her. Shruti has opened the door gently and asked permission to enter the room. She is properly dressed. After entering the room, she greeted each one of in the interview panel and walking towards the panel and stands near the chair. Interviewer gave permission to sit. After getting the permission, she sat down on the chair with good posture. She appeared calm, relaxed and pleasant before the interview board. She talked to the panel using proper eye contact and right hand gestures. From this explanation, we can conclude that get your eye contact right. Don't stare. Use alternate gaze. Make eye contact, specifically focus on the speaker. Before sitting for the interview, you can handshake with the interviewer. Keep your handshake short and firm. When you are sitting down, you sit far back on the seat of the chair. You have to sit up straight and appear confident. Gesticulation should be natural. Limit the fidget if you want to appear credible. These things have to be taken care of while attending an interview. പാരാലാംഗ്വേജ്. പാരാലാംഗ്വേജ് എന്ന് പറയുന്നത് നോൺ വെർബൽ ഡയമെൻഷൻ ഓഫ് സ്പീച്ച്. വാക്കുകളല്ല, അതിന് കൊടുക്കുന്ന ടോൺ, വോളിയം, പിച്ച്, ഇവയൊക്കെയാണ് അതിൽ വരുന്നത്. പാരാലാംഗ്വേജ് ഈസ് എനിത്തിങ് ഔട്ട്സൈഡ് ദ വേർഡ്സ് that provides information to the sentence. സംഭാഷണത്തിന്റെ ഉള്ളടക്കത്തിന് വൈകാരികത നൽകാൻ പാരാലാംഗ്വേജ് സഹായിക്കുന്നു. നിങ്ങൾ പറയുന്ന കാര്യത്തെക്കാൾ പറയുന്ന രീതിക്കാണ് പാരാലാംഗ്വേജിൽ ഇമ്പോർട്ടൻസ്. അതുപോലെ റേറ്റ് അറ്റ് വിച്ച് യു സ്പീക്ക്. വാക്കുകൾ, ഒരു മിനിറ്റിൽ എത്ര വാക്കുകൾ സംസാരിക്കുന്നു. ദ വോളിയം യു ഹാവ്, ദ പിച്ച്, ഇതൊക്കെയാണ് പാരാലാംഗ്വേജിൽ കൂടുതലായി ശ്രദ്ധിക്കുന്നത്. പാരാലാംഗ്വേജ് എക്സാമ്പിൾസ് നോക്കാം. ഒരു സെൻറ്റൻസ് തന്നെ പല രീതിയിൽ നമുക്ക് പറയാം. എക്സാമ്പിളായി, നിങ്ങൾ എന്നോടിത് ചെയ്തല്ലോ, നിങ്ങൾ എന്നോട് ഇത് ചെയ്തല്ലോ. ഒരേ സെൻറ്റൻസ് തന്നെ ഡിഫറെൻറ്റ് വാക്കുകൾക്ക് എംഫസൈസ് കൊടുത്തിരിക്കുന്നു. ആദ്യം പറയുമ്പോൾ എന്നോടെന്നുള്ള വാക്കിനും രണ്ടാമത്തേതിൽ ഇത് എന്ന് പറയുന്ന വാക്കിനുമാണ് എംഫസൈസ് നൽകിയിരിക്കുന്നത്. ഇനി അതുപോലെ പാരാലാംഗ്വേജിൽ പിച്ചിൻ്റെ ഡിഫറൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഐ ആം സോ എക്സൈറ്റഡ് ഫോർ യു. ആ സെൻറ്റൻസ് തന്നെ നമുക്കിങ്ങനെ പറയാം, ഐ ആം സോ എക്സൈറ്റഡ് ഫോർ യു. അപ്പോൾ ആ രണ്ട് രീതിയിൽ പറയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന മീനിങ് ഡിഫറെൻ്റ് ആണ്. Before concluding this session, we have to know how to use body language or gestures effectively. ഇനി പോസിറ്റീവ് ബോഡി ലാംഗ്വേജ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഷേക്കിംഗ് ഹാൻഡ്സ് ഫേംലി, മേക്കിംഗ് ആൻ ഐ കോണ്ടാക്ട്, സിറ്റിംഗ് അപ്പ് സ്ട്രെയിറ്റ്, പേ അറ്റൻഷൻ, കീപ്പിംഗ് ഹാൻഡ് ഔട്ട് ഓഫ് ദ പോക്കറ്റ്, സ്മൈലിംഗ് വെൻ അപ്രോപ്രിയേറ്റ്. ഇത് കുറച്ച് പോസിറ്റീവ് ബോഡി ലാംഗ്വേജസ് ആണ്. ഈ പോസിറ്റീവ് ബോഡി ലാംഗ്വേജ് ഇഫക്റ്റീവായി യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതുവരെ പഠിച്ചു കഴിഞ്ഞത്. ഇത് ഇനി നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണം. പോസിറ്റീവ് ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ ബോഡി ലാംഗ്വേജ് നമ്മൾ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ നിത്യജീവിതത്തിൽ
നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഭാഗത്തും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. വൈൽ ലിസണിങ്, വൈൽ സ്പീക്കിംഗ്, അറ്റ് സ്കൂൾ, ഇൻ എ ഗ്രൂപ്പ്, അറ്റ് ഹോം, വൈൽ വി ആർ അലോൺ, എല്ലായിടവും ബോഡി ലാംഗ്വേജ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മളില്ലാത്ത ബോഡി ലാംഗ്വേജ്, പോസിറ്റീവ് ബോഡി ലാംഗ്വേജ് നമ്മൾ ഇൻകൾക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. അതുപോലെ ഉള്ള ബോഡി ലാംഗ്വേജിനെ ഇംപ്രൂവ് ചെയ്ത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്താണെന്നും നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്താണെന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ടൈപ്പ് കമ്മ്യൂണിക്കേഷൻ ആണ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ. അതെന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഒരു സെന്റൻസ് കൊടുത്തിട്ടുണ്ട്. ഇത് എന്ത് തരം കമ്മ്യൂണിക്കേഷൻ ആണ്? റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, വെർബൽ കമ്മ്യൂണിക്കേഷന്റെ ഒരു ഉപവിഭാഗമാണ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? നമുക്കൊന്ന് നോക്കാം. A thing given willingly to someone without taking any payment or a present. അതായത് സ്വമനസാലെ നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്ന ഒരു വസ്തു, അതിന് പകരമായി നമ്മൾ പണം വാങ്ങുന്നില്ല. ഒരു സമ്മാനം എന്നൊക്കെ നമുക്കതിനെ പറയാം. ഇതിങ്ങനെയാണെങ്കിലോ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി അല്ലേ? ഇതൊരു ഗിഫ്റ്റാണ്. ആദ്യം ഒരു സെന്റൻസിൽ അത് തന്നപ്പോൾ നമുക്ക് 10-12 സെക്കൻഡ് വേണ്ടി വന്നു അതെന്താണെന്ന് മനസ്സിലാക്കാൻ. എന്നാൽ ചിത്രം കണ്ടപ്പോൾ നമുക്ക് വെറും 2 സെക്കൻഡ് കൊണ്ട് തന്നെ കാര്യം മനസ്സിലായി. ഇത്തരത്തിൽ ചിത്രങ്ങൾ ഉപയോഗിച്ച് ആശയവിനിമയം നടത്തുന്നതിനെയാണ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. എന്താണ് ഈ ഭാഗത്ത് പഠിക്കാനുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം നമുക്ക് വിഷ്വൽ കമ്മ്യൂണിക്കേഷന്റെ ഒരു ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. ചിത്രങ്ങളുടെയോ ചിഹ്നങ്ങളുടെയോ അല്ലെങ്കിൽ ഗ്രാഫിക്സിന്റെയോ സഹായത്തോടുകൂടി ആശയവിനിമയം നടത്തുക, അതായത് വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിനെയാണ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. വിഷ്വൽ കമ്മ്യൂണിക്കേഷനിലെ കണ്ണിന്റെ കാഴ്ച എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പഞ്ചേന്ദ്രിയങ്ങളിൽ ഏറ്റവും പെട്ടെന്ന് കണ്ണിൽ കൂടെ കിട്ടുന്ന കാഴ്ചകളാണ് നമ്മുടെ തലച്ചോറ് പ്രോസസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് വിഷ്വൽ കമ്മ്യൂണിക്കേഷന് വളരെയധികം പ്രാധാന്യവും ഉള്ളത്. നമ്മൾ കണ്ടിട്ടില്ലേ, കൊച്ചുകുട്ടികൾ സാധാരണ അക്ഷരം പഠിക്കുന്നതിന് മുമ്പേ ആയിട്ട് ബാലപാഠം വായിക്കുന്നത് കാണാം അല്ലെ? അവർ അക്ഷരങ്ങളായിരിക്കില്ല അവരതിൻ്റെ അകത്ത് വായിക്കുന്നത്, ചിത്രങ്ങൾ നോക്കിയായിരിക്കും അവർ പലപ്പോഴും ആ പേരുകളൊക്കെ പറയുന്നത്. എന്തുകൊണ്ടാണിത്? വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ചിത്രങ്ങൾ ഉപയോഗിച്ച് പഠിക്കുന്നതാണ് നമ്മുടെ തലച്ചോറിന് എളുപ്പം. നമ്മൾ പറഞ്ഞു സെന്റൻസുകൾ വായിച്ച് നമ്മുടെ തലച്ചോറിൽ പ്രോസസ്സ് ചെയ്യാൻ കൂടുതൽ സമയം എടുക്കുമെന്ന്. എന്നാൽ ചിത്രങ്ങൾക്ക് വളരെ കുറഞ്ഞ സമയം മതി. എന്തുകൊണ്ടാണ് ഇങ്ങനെ? നമ്മളൊരു സെന്റൻസ് അതല്ലെങ്കിൽ ഒരു വാക്ക് വായിക്കുമ്പോൾ അതിലെ അക്ഷരങ്ങൾ ചിത്രങ്ങളായാണ് തലച്ചോറിലേക്ക് കൈമാറുന്നത്. അപ്പൊ ഇത്തരം ചിത്രങ്ങൾ കൂട്ടിവെച്ചതിന് ശേഷം അതിന്റെ അർത്ഥം റിട്രീവ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ മൊത്തം പ്രോസസ്സിനും കുറച്ച് നേരം എടുക്കും. എന്നാൽ ചിത്രങ്ങളായിട്ട് നേരിട്ട് നമ്മൾ കാണുമ്പോഴോ ഈ കോഡിംഗ് ഡീകോഡിംഗ് പ്രോസസ് ഒന്നും അവിടെ നടക്കുന്നില്ല. അതുകൊണ്ടാണ് ചിത്രങ്ങൾ വഴി നമുക്കൊരു കാര്യം കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവുകയും എന്നാൽ അക്ഷരങ്ങളായോ എഴുത്തുകളായോ കാണുന്ന സംഗതികൾ നമ്മുടെ തലച്ചോറിൽ പോയി പ്രോസസ് ചെയ്ത് നമുക്കത് മനസ്സിലാവാൻ കുറച്ചും കൂടെ അധികം സമയം എടുക്കുന്നത്. വിഷ്വൽ കമ്മ്യൂണിക്കേഷന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്രാധാന്യം എന്താണ്? നമ്മുടെ നിത്യജീവിതത്തിൽ പലയിടത്തും വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്.
പൊതുസമൂഹത്തിലും അതുപോലെ തന്നെ നമ്മുടെ ഓഫീസുകളില്, സ്കൂളില്, മറ്റു പൊതു ഇടങ്ങളില്, സാമൂഹ്യ മാധ്യമങ്ങളില് ഒക്കെ നമ്മൾ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട്. ഇത് സമയം ലാഭിക്കുന്നു. പെട്ടെന്ന് തന്നെ നമുക്ക് ആശയം മനസ്സിലാവുന്നത് കൊണ്ട് വായിക്കുന്നതിനേക്കാൾ എളുപ്പം ചിത്രങ്ങൾ കാണുന്നതാണ്. മറ്റൊന്ന്, ഇത് വളരെ ലളിതമാണ്. സിമ്പിളായി നമുക്ക് ആശയം കൈമാറുന്നതിന് സാധ്യമാവുന്നു. പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം വളരെ കൃത്യമായി അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് നമുക്ക് ആളുകളിൽ എത്തിക്കാനായി വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ സഹായിക്കുന്നു. കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിൽ നിലനിൽക്കുന്നതിനും വിഷ്വൽ കമ്മ്യൂണിക്കേഷനാണ് ഏറ്റവും മികച്ച മാർഗം. അതുപോലെ തന്നെ വളരെ ജനപ്രിയമായ രീതിയിൽ ആശയങ്ങൾ കൈമാറുന്നതിന് ഈ മെത്തേഡ് സഹായകരമാണ്. ഈ മാർഗത്തിലൂടെ കാര്യങ്ങൾ വളരെ ഫലപ്രദമായി മനസ്സിലാക്കുന്നതിന് സഹായിക്കുന്നു. ആശയങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ നമ്മളെ ഈ മാർഗം സഹായിക്കുന്നു. സാധാരണയായി നമ്മുടെ ചുറ്റും കാണപ്പെടുന്ന ചില ഉദാഹരണങ്ങൾ, അതായത് വിഷ്വൽ കമ്മ്യൂണിക്കേഷന്റെ ചില ഉദാഹരണങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിന്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. എന്താണിത്? നമുക്ക് എല്ലാവർക്കും അറിയാല്ലേ, നമ്മൾ കൂട്ടുകാരോടൊക്കെ ചാറ്റ് ചെയ്യാറുണ്ട്. കൂടുതലും നമ്മൾ ടൈപ്പ് ചെയ്യുകയാണോ ചെയ്യാറ്? ചിത്രങ്ങൾ, ഇമോജീസ് ആണ് ഉപയോഗിക്കുന്നത്. ഇത് വിഷ്വൽ കമ്മ്യൂണിക്കേഷന്റെ മികച്ച ഒരു ഉദാഹരണമാണ്. നമുക്കറിയാം, ഇപ്പോൾ കൊറോണ അല്ലെങ്കിൽ COVID-19 വളരെയധികം വ്യാപകമായ ഒരു സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് ശരിയായി കൈ കഴുകേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ചിത്രസഹിതമുള്ള ചാർട്ടുകൾ വളരെ അധികം സ്ഥലങ്ങളിൽ ലഭ്യമാണ്. ഇത് കൈ കഴുകുന്നതിന്റെ വിവിധ ഘട്ടങ്ങൾ, അതായത് ശരിയായി പറഞ്ഞാൽ 7ഓളം സ്റ്റേജസ് ഉണ്ട് കൈ കഴുകുന്നതിന്. അത് വളരെ കൃത്യമായി കാണുന്നവരിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള ചാർട്ടുകൾ ലഭ്യമാണ്. ഇതും ഒരു വിഷ്വൽ കമ്മ്യൂണിക്കേഷന്റെ ഉദാഹരണമാണ്. മാസ്ക് നമ്മൾ ധരിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ശരിയായ രീതിയിൽ എങ്ങനെയാണ് മാസ്ക് ധരിക്കേണ്ടത് എന്നുള്ളതാണ് ഈ ചിത്രത്തിൽ നമ്മളെ കാണിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, ട്രാഫിക് ലൈറ്റുകൾ, അതുപോലെ തന്നെ ട്രാഫിക് സിഗ്നലുകൾ എന്നിവ വിഷ്വൽ കമ്മ്യൂണിക്കേഷന്റെ ഉദാഹരണങ്ങളാണ്. തീ പിടിക്കുന്ന വസ്തുക്കളുടെ പുറത്തുള്ള ചിഹ്നങ്ങള്, തെന്നുന്ന പ്രതലത്തിനെ സൂചിപ്പിക്കുന്ന ചിഹ്നങ്ങള്, വൈഫൈയുടെ ചിഹ്നം, അതുപോലെ തന്നെ വിവിധ തരം കമ്പനികളുടെ ലോഗോകൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, മിൽമ പാലിന്റെ കവറിന്റെ പുറത്തുള്ള ചിഹ്നം, അതുപോലെ KSRTCയുടെ പുറത്തുള്ള ചിഹ്നം അല്ലെ. ഇതൊക്കെ വിഷ്വൽ കമ്മ്യൂണിക്കേഷന്റെ ഉദാഹരണങ്ങളാണ്. വാട്സാപ്പ് ഇമോജികള്, അതുപോലെ തന്നെ പോസ് ബട്ടന്റെ ചിഹ്നം, പുകവലി വിരുദ്ധ മേഖലയിൽ പതിച്ചിരിക്കുന്ന സ്റ്റിക്കർ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും അല്ലെ, പുകവലി ബാൻ ചെയ്തുകൊണ്ടുള്ള ചിഹ്നം. ഇത് ഒക്കെ വിഷ്വൽ കമ്മ്യൂണിക്കേഷന്റെ ഉദാഹരണങ്ങൾ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വിഷ്വൽ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് പല കാര്യങ്ങളും മനസ്സിലാക്കി. എന്താണ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, എന്താണ് അതിന്റെ പ്രാധാന്യം, അതിന്റെ വിവിധ ഉദാഹരണങ്ങൾ, അതിന്റെ ഗുണങ്ങൾ എന്താണ്, അതിന്റെ ദോഷങ്ങൾ എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കി. എന്തിനാണ് നമ്മൾ ഈ പാഠഭാഗം പഠിക്കുന്നത്? ഒന്ന്, നമ്മൾ പഠിക്കുന്നത് തൊഴിലധിഷ്ഠിത കോഴ്സാണ് അല്ലെ. അപ്പോൾ ഈ തൊഴിലധിഷ്ഠിത കോഴ്സ് പഠിക്കുമ്പോൾ അതിന്റെ ഭാഗമായി നമുക്ക് വിവിധ ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വരും, ചിലപ്പോൾ കീടനാശിനികൾ കൈകാര്യം ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ പണി സൈറ്റുകളിലൊക്കെ നമ്മൾ പോകേണ്ടി വരും. ഇത്തരം സാഹചര്യങ്ങളിൽ ഈ ചിഹ്നങ്ങൾക്ക് വളരെയധികം പ്രസക്തിയുണ്ട്. ഉദാഹരണത്തിന്, കീടനാശിനി പാക്കറ്റിന് മുകളിലായി നമ്മൾ ഇത്തരത്തിലുള്ള ത്രികോണങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ, പല നിറത്തിലുള്ള ത്രികോണങ്ങൾ. ഇവ കീടനാശിനിയുടെ വിഷവീര്യത്തെ സൂചിപ്പിക്കുന്ന ഒരു അടയാള ചിഹ്നമാണ്. എവിടെയാണ് കീടനാശിനി ഉപയോഗിക്കാവുന്നത്, എവിടെയൊക്കെ ഉപയോഗിക്കാൻ പാടില്ല എന്നീ കാര്യങ്ങൾ സൂചിപ്പിക്കുന്ന ഒരു ചിഹ്നമാണിത്. മറ്റൊരു പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മുടെ പഠനവുമായി ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം, നമുക്ക് +1 കടന്നപ്പോൾ ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. നമ്മൾ തിരഞ്ഞെടുത്ത വിഷയങ്ങൾ നമ്മൾ ആഴത്തിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ പതിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ടെക്സ്റ്റ് വായിക്കുന്നതിനോടൊപ്പം തന്നെ, പുസ്തകങ്ങൾ വായിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ചിത്രങ്ങളും കൂടെ
കണ്ട് മനസ്സിലാക്കി അതല്ലെങ്കിൽ ചിത്രങ്ങളായി ചെറിയ ഡയഗ്രാംസ് ഒക്കെ വരച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പഠനം കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് വിഷ്വൽ കമ്മ്യൂണിക്കേഷന്റെ പാഠഭാഗത്ത് നിന്നും നമ്മൾ ഉൾക്കൊള്ളേണ്ട കാര്യങ്ങൾ. വളരെ പ്രശസ്തമായ ഒരു കോട്ട് പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. എ പിക്ചർ ഈസ് വർത്ത് 1,000 വേർഡ്സ്. 1000 വാക്കുകളേക്കാൾ മൂല്യമുള്ളതാണ് ഒരു ചിത്രം. ഹായ്, ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. മാഷ് കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ ക്ലാസ് ശ്രദ്ധയോടെ കേൾക്കുക, കാര്യങ്ങൾ നോട്ട്ബുക്കിൽ കുറിച്ചിടുക, ആക്ടിവിറ്റീസ് ഒക്കെ കൃത്യമായിട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ ബൈ. താങ്ക് യു ഓൾ.